ചീത്തപ്പേരോണ്ട് പേര് കേട്ടൊരു സ്ഥലം, അതാണ് കോഴിക്കോടത്തെ സരോവരം. സദാചാരത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് കഥകൾ വേറെയുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കണതെന്ന് അറിയാൻ ഒരു ദിവസം കോഴിക്കോട് അങ്ങാടിയിൽ വെറുതെ നിന്നപ്പം വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് സരോവരത്തേക്ക്. പുറത്തുനിന്ന് കാട് മൂടി കിടക്കണ ഈ സ്ഥലം കാണലുണ്ടെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ നോക്കി പോകലുണ്ടെങ്കിലും ഇതുവരെ ഞാൻ കേറിയിട്ടില്ലേ ഇതിന്റെ ഉള്ളിക്ക്. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ നടക്കാനും വർക്കൗട്ട് ചെയ്യാനും ആ നേരം ടിക്കറ്റ് ഒന്നുമില്ല. എന്നാ അതിന്റെ ശേഷം ആൾക്ക് 20 ഉറുപ്പ്യ ടിക്കറ്റ് ഉണ്ട്, അതെടുത്ത് ഉള്ളിക്കാണ്ട് കയറുക. ഈ ബോർഡിൽ കാണുന്നതൊക്കെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ ഉള്ളിലുണ്ട്. കട്ടട്ട് നല്ല ഗുമ്മാക്കിയ സ്ഥലം. മെയിൻ റോഡുമ്മ കൂടെ വണ്ടികൾ ചീറിപ്പായുന്നത് കാണാം. തണൽ മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ കാടുകൾ. ഈ കാടിന്റെ ഉള്ളിക്ക് സൂം ചെയ്താൽ 18+ ആണ്. കുറച്ചും കൂടി മുന്നിക്ക് നടന്നപ്പം കാഴ്ചകൾ ഇങ്ങനെ മാറാൻ തുടങ്ങി. കിന്നാരും പുന്നാരും പറഞ്ഞിരിക്കണ കുണുവാവകള്, സ്കൂൾ കട്ടാക്കി ടീംസൊക്കെ ഇവിടെ ജീവിതത്തെ കുറിച്ച് ചിത്രം വരക്കുന്നത് കാണാനായി. അതായത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്കൂൾ കട്ടാക്കിയോ കോളേജ് കട്ടാക്കിയോ പോണവല്ല് ചിലവരൊക്കെ ഇവിടെ കണ്ടാലുണ്ട് നർത്ഥം. അതിനൊരു വിവാദമാക്കണ്ട, പെരക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒപ്പം ഞങ്ങള് 3 ആണുങ്ങൾ ഇവരെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു നമ്മളെ തുറച്ച് നോക്കുകയാണ്. നമ്മളൊപ്പം ആരും ഇല്ലല്ലോ എന്നുള്ള നോട്ടം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ റൂട്ട് അങ്ങോട്ട് മാറ്റി ബോട്ട് ജെട്ടിന്റെ അടുത്തേക്ക് എത്തി. നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് ഉണ്ട് ഇവിടെ. പക്ഷേ ബോട്ട് അനങ്ങാൻ പറ്റാത്ത കോലത്തിലാണ്. കാര്യമായി കിടക്കുന്ന ബോട്ടുമലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ കട്ടാക്കി ടീംസുകള് കിന്നാരും പുന്നാരും പറയാണ്. നല്ല കൾച്ചറൽ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേജ് കണ്ട്. കുട്ടികളെ കളി ഏരിയ, അതായത് തെറ്റിദ്ധരിച്ചണ്ട ചിൽഡ്രൻസ് പ്ലേ ഏരിയ. അർത്ഥം മാറുന്ന പല കളികളും ഇവിടെ കാണേണ്ടി വന്നാലും നമ്മളെ നടത്തം മുന്നിക്ക് നീങ്ങി. ചെറിയ മക്കൾക്ക് കളിച്ചാളെ പല കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ റൈഡുമ്മലും വലിയ വലിയ മനുഷ്യന്മാര് പല പല കളികളും കളിച്ചത് നമ്മളിങ്ങനെ കണ്ട്. അതൊക്കെ കണ്ടപ്പം ഈ കമ്പികളെ ഇടയിൽ കൂടെ നമ്മൾ ഓല ശല്യം ചെയ്യാതെ മുന്നിക്കാണ് നടന്ന്. ഈ കൊട ചൂടിയിരിക്കുന്നത് തെറ്റിദ്ധരിച്ചണ്ട, ചൂടുകൊണ്ടാണ്, വെയിൽ കൊള്ളാതെക്കാനാണ്. ആ കൊടന്റെ ഉള്ളില് മനസ്സിന് കുളിര് കൊള്ളിയിക്കണേ പലതും ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൊടക്കച്ചവടക്കാരൻ വന്നോക്കണം. കൊട എപ്പ വിറ്റ് തീർന്നെന്ന് ചോദിച്ചാൽ മതി. ഈ കാട്ടിന്റെ ഉള്ളിൽ നമ്മളൊന്ന് കേറി ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോത്തിന് അവിടെ പല കാടുകളും ഇളകണത് കാണാം. അത് മൃഗങ്ങളാന്ന് കരുതണ്ട, മനുഷ്യന്മാരെന്നെയാണ് കേട്ടോ. പ്രവേശനം ഇല്ലാന്ന് എഴുതി വെച്ച ഈ ബോർഡിന്റെ അപ്പുറത്ത് ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാതെക്കാനുള്ള പല വസ്തുക്കളും ഉണ്ടെന്ന് പരന്നിങ്ങനെ കിടക്കുകയാണെന്ന് ഈ ബോർഡ് നോക്കിയാണ്. DTPC അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനം ഇല്ലാത്ത ഈ ബോർഡ് വെച്ച സ്ഥലം മാറിയതാണോന്ന് ഒന്ന് പരിശോധിക്കണം. കല്ലിട്ട നല്ല അടിപൊളി നടപ്പാതകൾ, ഇളകണ കാടുകളെ ഇടയ്ക്ക് ഓല ശല്യം ചെയ്യാൻ നമ്മൾ പോയില്ല. നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങളും പോണ്ട, ഓല ബൈക്ക് പോയിക്കോട്ടെ. പണ്ടത്തെ ഒരല് പോലത്തെ കല്ലുകൾ, അതിന്റെ മുന്നിൽ കൂടെ മാസ്ക് ഇട്ട് പായണ കലിപ്പനും കാന്താരും റൈഡർ കണ്ണാപ്പിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ പോണ പോക്ക് കണ്ടാൽ തന്നെ അറിയാം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലാന്ന്. ഏതോ സ്കൂളിൽ പതപതക്കണ പ്രായത്തിന്റെ കൊതികൊതിപ്പ് തീർക്കാന് കയ്യും കോർത്ത് പിടിച്ച് പോന്നെ ഇങ്ങനത്തെ കുറെ കുട്ടികളെയും മക്കളെയും ഒക്കെ ഇവിടെ കാണാം. കാട് എന്ന് പറഞ്ഞാ പെരുങ്കാട്. അങ്ങോട്ട് പോകണ്ടെന്ന് കരുതി, പക്ഷേ പോയപ്പോ അവിടുന്ന് 2 ആൾക്കാർ നീച്ചു പായിന്. പിന്നെ ഇവിടെ കണ്ട കാഴ്ചകള് അസ്തഗ്ഫിറുല്ലാ, അതൊക്കെ കൂടി ഇതിൽ കൂടെ കാണിച്ചാല് മൊബൈൽ അടിച്ചു പോകും ചങ്ങായിമാരെ. അജാതി കാഴ്ചകളാണ്. ഈ കാഴ്ചകളൊക്കെ കാണാന് ഒറ്റക്ക് വന്ന ഞാന് ഈ വള്ളിനും കെട്ടിപ്പിടിച്ച് ഇവിടാണ് നിന്ന്. ഈ വള്ളിമ ഞാൻ നിക്കണ മാതിരിയാണ് ഇവിടെ ഓരോ കാട്ടിലും കല്ലുമ്മലും കവിതാക്കൾ ഇങ്ങനെ നിക്കണത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് പൗതി അങ്ങോട്ട് പോയപ്പോത്തിന് ഇന്റെ ഒപ്പം വന്നോല് കല്ലുമ്മൽ അവിടെ സ്തംഭിച്ചിരുന്നു പോയി. ഒരൊറ്റ ദിവസം ഇവിടെ കൊടക്കച്ചവടം ചെയ്താല് കൊടക്കച്ചവടം ചെയ്യണോന് ഒരൊറ്റ ദിവസം കൊണ്ട് മുതലാളിയാവും. അതിനാത്രം കൊടകളാണ് ഇവിടെ ഉള്ളത്. ഓരോ കൊടകളിലും എത്ര ജീവിതങ്ങളാ ഉള്ളത് എന്നറിയോ? ഇതാണ് യഥാർത്ഥ കഥയല്ലത് ജീവിതം, അല്ല കൊടയല്ലത് ജീവിതം. കൊടന്റെ ഉള്ളിലാണ് ഇവിടെയുള്ള ജീവിതമൊക്കെ. അതിന്റെ ഇടയിൽ നല്ല പോലെ വൈബ് ആസ്വദിക്കാൻ വരുന്ന ഫാമിലികളും ഉണ്ട് കേട്ടോ. പക്ഷെ കുടുംബത്തിന്റെ ഒപ്പം കുട്ടികളെയും മക്കളേറ്റ് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളതൊക്കെ ഇതുപോലത്തെ 18+ ആയതുകൊണ്ട് അത് അത്ര സേഫ് ആണെന്ന് ഞാൻ പറയില്ല. ഉള്ളിക്ക് പോകാതെ ഈ ഇട്ടാവട്ടത്തിൽ നിന്നാല് ഒന്നും അറിയില്ല. ഉള്ളിന്റെ ഉള്ളിക്ക് കയറി നോക്കണം, അപ്പോഴേ എല്ലാം കാണുള്ളൂ. ഏതായാലും കോഴിക്കോട് ടൗണിന്റെ ഒത്ത നടുക്ക് ഏക്കർ കണക്കിന് കാടും പച്ചപ്പുള്ള ഈ സരോവരം പ്രകൃതിക്കും ഭാവി തലമുറക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ പോയിണെങ്കിൽ പോയ നിങ്ങളെ അനുഭവം കമന്റായി ചേർത്ത് ഈ വീഡിയോ ആണ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ വിവാദമാക്കണ്ട, ഇവിടെ പോണവര് ഇവിടെ പോയിക്കോട്ടെ. 20 ഉറുപ്പ്യക്ക് ഓർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ. നമ്മളാ ഭാഗത്തേക്കേ പോണ്ട. പക്ഷെ ഇവിടെ ഒറ്റക്ക് പോവരുത് കേട്ടോ. ഒറ്റക്ക് പോയി കഴിഞ്ഞാല് കപ്പിൾസായി വന്ന റൊമാൻസ് കപ്പിൾസ് നിങ്ങളെ നോക്കിയാണ്ട് ചിരിച്ചും. കാരണം അതങ്ങനെയാണ്. അപ്പൊ വീഡിയോ നേരത്തെ കിട്ടാൻ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്ത് ഒപ്പം കൂടിക്കോളി. അടുത്ത വീഡിയോ അതിലേറെ രസമുള്ള ഒന്നാക്കാം. ഏതായാലും സരോവരം അത് വല്ലാത്തൊരു അനുഭവമാണ്.